ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് കുറച്ച് കടല മുട്ടായിയും പിന്നെ കേക്കും ഷെയ്ക്ക് ഐസ്ക്രീമും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുന്ന പ്രളയനും ഒക്കെ ഒന്ന് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു 50 ഗ്രാം വീതം നട്ട്സും ബദാമും എടുത്തിട്ടുണ്ട്. നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിലിട്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണേ. തീ കുറച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പം മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഇടികല്ലിലോ ഇട്ടൊന്ന് പൊടിച്ചെടുക്കണേ. മിക്സിയുടെ ജാറിലാണെങ്കിൽ പതിയെ ഒന്ന് പ്രസ് ചെയ്ത് പതിയെ ഒന്ന് പൊടിച്ചെടുക്കണം. ഒത്തിരി പൊടിഞ്ഞു പോകാതെ നോക്കണേ. ഇനി നമ്മൾ നട്ട്സൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു നല്ല ചൂടുകട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര പതിയെ മെൽറ്റാകുന്ന ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. പിന്നെ തീ കുറച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ പഞ്ചസാര നന്നായിട്ടും അലുത്ത് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ നമ്മൾ ചെറു തീയിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. നമ്മുടെ പഞ്ചസാര നന്നായിട്ട് അലുത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണേ. ഇനി ബട്ടറും ഷുഗർ സൊല്യൂഷനും എല്ലാം കൂടെ മെൽറ്റായി വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നട്ട്സ് ഇട്ട് കൊടുക്കണേ. നട്ട്സ് ഇട്ട് അന്നേരം തന്നെ നമ്മൾ എണ്ണ തൂത്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണേ. അല്ലെങ്കിൽ അത് ചട്ടിയിലിരുന്ന് സെറ്റായി പോവേ. നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അത് തണുത്ത് കിട്ടുവേ. അത് കഴിയുമ്പോൾ നമ്മളതിനെ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കണേ. നമുക്കിത് കടലമുട്ടായി ആയിട്ടും കഴിക്കാൻ പറ്റും. ഇനി നമുക്കതിനെ പ്രളയനായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിത് ചെറുതായിട്ട് പൊടിച്ചെടുത്തത് മിക്സിയുടെ ജാറിലോ ഇടികല്ലിലോ ഇട്ട് കുറേശ്ശെ ഒന്ന് പൊടിച്ചെടുക്കണേ. അപ്പോൾ നമ്മുടെ പ്രളയൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കേക്കോ ഐസ്ക്രീമോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇട്ട് ഉപയോഗിക്കാവേ. താങ്ക് യു.